ബഹുമാനപ്പെട്ട സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ ഇദാ ഹബ്ബ അബ്ദൻ ദഅ ജിബ്രീൽ. അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവന്റെ മാലാഖമാരിൽ 600 പ്രകാശത്തിന്റെ ചിറകുകളുള്ള മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കും. ജിബ്രീലേ, ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബ. എനിക്ക് ഒരാളോട് ഇഷ്ടമുണ്ട് ജിബ്രീലേ, അവരെ നിങ്ങളും ഇഷ്ടപ്പെടണം. അതൊരു വല്ലാത്ത സംഭവം. എല്ലാ മനുഷ്യരുടെ കൽബിലും വന്ന സ്നേഹം കൊടുക്കുക. ജാതി മതം ഒന്നോട് വ്യത്യാസമല്ല. ഞാനതിപ്പോ അടുത്ത കാലങ്ങളിൽ മഹാനായ പാണക്കാട് മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ആ ഒരു വിയോഗത്തിലാ കണ്ടത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എപ്പോഴും പരിഹാസവും ഒക്കെ പറയുന്ന പല രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരടക്കം ആ സ്മരണികയിൽ മഹാനായ തങ്ങളെ വളരെ സ്നേഹത്തോട് ആദരവോടെ പുകഴ്ത്തി പറഞ്ഞു. ജാതിയും മതവും പാർട്ടികൾ നോക്കാതെ തങ്ങളെ അത്രയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തത് ഇൻഷാ അല്ലാഹ് വലാ നുസക്കി അലല്ലാഹി അഹദ, അല്ലാഹു ഇഷ്ടപ്പെട്ടു എന്നതാണ്. അല്ലാഹു അങ്ങനെ തന്നെ ആക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ശംസുൽ ഉലമ അല്ലാഹുവിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. എന്തൊക്കെ പ്രാസ്ഥാനികമായി ശത്രുതയുള്ള ആളുകളും ഞങ്ങളും ശംസുൽ ഉലമന്റെ ആളുകൾ തന്നെയാണ്. അങ്ങനെയല്ല ചിലർക്കെന്ന ആ മഹാനുഭാവനോട് ഖൽബിന്റെ ഉള്ളിൽ അവർക്ക് അല്ലാഹു ആദരവ്. അങ്ങനെയാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ വഫാത്താകുന്ന കാലം വരെ എന്തെങ്കിലും ശത്രുത ഉണ്ടെങ്കിലും വഫാത്തായതിന്റെ ശേഷവും മഹാനവറുകളുടെ നേർച്ച ഞങ്ങൾ കഴിച്ചോളാം എന്ന് പറഞ്ഞതും ആ മഹാനുഭാവന്റെ ജീവിത വിശുദ്ധിയുടെ അടയാളമാണ്. അള്ളാഹു ഖൽബുകളിൽ ഒരു ആദരവ് കൊടുക്കുകയാണ്. ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളം. അള്ളാഹു അങ്ങനെ ആക്കി കൊടുക്കട്ടെ. അവരുടെയും നമ്മുടെയും ഒക്കെ ആഖിറം അള്ളാഹു നന്നാക്കി തരട്ടെ. അങ്ങനെ ജാതി വ്യത്യാസങ്ങളില്ലാതെ പ്രാസ്ഥാനിക വ്യത്യാസങ്ങളില്ലാതെ അള്ളാഹു ഒരു മനുഷ്യനെ സംബന്ധിച്ചൊരു അംഗീകാരം നൽകുന്നത് ആകാശ ലോകത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു. ജിബ്രീലേ, ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളും അവരെ ഇഷ്ടപ്പെടണം. വയുഹിബ്ബുഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം അവരെ ഇഷ്ടപ്പെടും. ഉമ്മ യുനാദി ഫിസ്സമാ, എന്നിട്ട് ആകാശലോകത്ത് വിളിച്ചു പറയും. ജിബ്രീൽ അലൈഹിസ്സലാം എന്താ വിളിച്ചു പറയാ? ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂ. അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ, നിങ്ങളും അവരെ ഇഷ്ടപ്പെടണമേ. ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ, ആകാശലോകത്തെ ആളുകൾ അവരെ ഇഷ്ടപ്പെടും. സുമ്മ യൂദഉ ലഹുൽ ഖബൂലു ഫിൽ അർളി, ഭൂമിയിലേക്ക് അല്ലാഹു തആല ആ അംഗീകാരം ഇറക്കി കൊടുക്കുകയും ചെയ്യും. ഇത് അല്ലാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ്. അല്ലാഹു അങ്ങനെ ഒരു ഇഷ്ടം അല്ലാഹു നമ്മ ഓരോരുത്തർക്കും ഈ ലോകത്ത് അല്ലാഹു തരട്ടെ. അപ്പോഴല്ലേ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ദുആയിരക്കുള്ളൂ, ഇസ്തിഗ്ഫാറിന് വേണ്ടി പുറത്തു തരാൻ വേണ്ടി ദുആയിരക്കുകയുള്ളൂ. അല്ലാഹു തആല ആ രീതിയിലാക്കി തരട്ടെ. അവന്റെ മുഅ്മിനീങ്ങളിൽ സജ്ജനങ്ങളായ ആളുകളുടെ ഖൽബിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഭാഗ്യം അല്ലാഹു തരുന്ന സൗഭാഗ്യമാണ്, അവന്റെ ഹുബ്ബിന്റെ അടയാളമാണ്. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. മഹാനായ ഹബീബായ തങ്ങളുടെ മുമ്പിൽ വന്ന ഒരാൾ ചോദിച്ചു, നബിയേ, അറഅയ്ത അർറജുല യഅമലുൽ അമല മിനൽ ഖൈർ വയഹ്മിദുഹു നാസ്. നബിയേ, ഒരാൾ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യുമ്പോഴേക്കും ആളുകൾ പ്രശംസിക്കുന്നത്, എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ആളുകൾ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത്, എന്താ നബിയേ അതിന്റെ പൊരുൾ എന്ന് ചോദിച്ചപ്പോഴാ മുത്തുനബി തങ്ങൾ പറഞ്ഞത്, തിൽക ആജുലു ബുശ്റൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന് അല്ലാഹു ഈ ലോകത്ത് തന്നെ നൽകുന്ന ആഖിറത്തിലെ അല്ലാഹുവിന്റെ സൗഭാഗ്യങ്ങൾക്ക് മുമ്പേ ഈ ലോകത്ത് റബ്ബ് നൽകുന്ന സൗഭാഗ്യമാണ് സജ്ജനങ്ങൾ അവരെ പുകഴ്ത്തി പറയുന്നത് എന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആറാമത്തേത്, അല്ലാഹു ഇഷ്ടപ്പെടുകയാണെങ്കിൽ യുഹിബ്ബുഹും വയുഹിബ്ബൂന, അല്ലാഹു അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നു, അവർക്ക് അല്ലാഹുവിനോട് ഇങ്ങോട്ടും ഇഷ്ടമുണ്ട്. ആദ്യം അല്ലാഹുവിന്റെ ഇഷ്ടമാ അല്ലാഹു പറഞ്ഞത് ആ ആയത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളം ആദ്യം ചർച്ച ചെയ്യുന്നത്.
ചരിത്ര സംഭവങ്ങളൊക്കെ വഴിയെ വരുന്നു ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന്റെ ഒരടയാളം വിവിധങ്ങളായ പരീക്ഷണങ്ങൾ അള്ളാഹു നൽകും. ഇങ്ങനെ ആ രോഗങ്ങളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളുമായിട്ട് പാപങ്ങളൊന്നുമില്ലാതെ അവർ ഭൂമിയിലൂടെ മാലാഖമാരെ പോലെ നടക്കും. ഹബീബായ മുത്തുനബി പറഞ്ഞ ഹദീസ് കേൾക്കണോ മുഅ്മിനീങ്ങളെ? അസുഖമുള്ള ആളുകളൊക്കെ മനസ്സിലാക്കുക, കടം കൊണ്ട് കുടുങ്ങിപ്പോയവർ മനസ്സിലാക്കുക, മക്കളിൽ വളരെ ഗുരുതരമായ അസുഖമുള്ള ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ ഓർത്തോളൂ ഈ ഹദീസ്. നിങ്ങളുടെ ജോലിയിലും കച്ചവടങ്ങളിലും തൊഴിലുകളിലും പരീക്ഷണങ്ങൾ വരുന്നവരെ ഓർത്തോളൂ ഈ ഹദീസ്. എന്തെല്ലാം എവിടെ നോക്കിയാലും വാതിലുകൾ അടഞ്ഞു പോകുന്നത്, അങ്ങനെ പറയില്ലേ ചില ആളുകൾ? എന്ത് തുടങ്ങിയാലും നഷ്ടം, എവിടെ നോക്കിയാലും നഷ്ടം, അങ്ങനെ തോന്നുന്നവരുണ്ടെങ്കിൽ ഈ ഹദീസ് ഒന്ന് കേൾക്കണേ. മുത്തുനബി തങ്ങൾ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത തരുന്നുണ്ട്. സദഖ റസൂലുള്ളാഹ്, മുത്തുനബി തങ്ങൾ പറഞ്ഞത് സത്യമാണല്ലോ. മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനതി ഫീ നഫ്സി വവലദി വമാലി. മുഅ്മിനായ ആണിനും പെണ്ണിനും അവരുടെ ശരീരത്തിൽ അല്ലാഹു ബലാ കൊടുക്കും, പരീക്ഷണങ്ങൾ കൊടുക്കും. ഒരു ഡോക്ടർക്കും മനസ്സിലാവാത്ത രോഗം, ഒരിക്കലും തീരാത്ത പ്രയാസം, മക്കളെ കൊണ്ട് കണ്ണുനീര് കുടിക്കുന്നത്, ഭർത്താവിന്റെ ദുസ്വഭാവം കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുന്ന പെണ്ണ്, പെണ്ണിന്റെ ദുസ്വഭാവം കൊണ്ട് സഹികെട്ട് ജീവിക്കുന്ന ഭർത്താവ്. മായസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന, മുഅ്മിനത്തായ ആണിനും പെണ്ണിനും പരീക്ഷണങ്ങൾ വരും, അവരുടെ ശരീരത്തിൽ വരും, വവൽദി, അവരുടെ മക്കളിൽ വരും, വമാലിഹി, അവരുടെ സമ്പത്തിൽ വരും, കച്ചവടത്തിൽ ജോലിയിൽ വരും. ഹത്താ യൽഖല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ വമാ അലൈഹി ഖതീഅ, ഒരു തെറ്റും അവരുടെ ശരീരത്തിൽ ഉണ്ടാവുകയില്ല. ആ തെറ്റുകളെല്ലാം ഭൂമിയിൽ, ശരീരത്തിൽ, മക്കളിൽ, സമ്പത്തിൽ അല്ലാഹു നൽകിയ പരീക്ഷണങ്ങളാൽ ആ തെറ്റുകൾ അല്ലാഹു കഴുകിക്കളയുമെന്ന് മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല സുബ്ഹാനഹു വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ والصابرين ونبلو أخباركم ولنبلونكم, നിങ്ങളെ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കും. എന്തിന്? നിങ്ങളിൽ ആർക്കാണ് ക്ഷമയുള്ളത് എന്നറിയാൻ തന്നെ. ഇന്ന ഇളമൽ ജസാഇ മിൻ ഇളമിൽ ബലാ, ബലാഇന്റെ കനം കൂടുന്നതിനനുസരിച്ച് പ്രതിഫലത്തിന്റെ കനം കൂടും. അതുകൊണ്ടാണ് ക്യാൻസർ രോഗം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് ശിക്ഷയാണെന്ന് പറയരുത്. ഇത് നമുക്കൊന്ന് പറയാൻ പറ്റുക? ക്യാൻസർ രോഗം ശിക്ഷയാണെന്ന് പറയോ? അല്ലാഹുവിന് മാത്രമേ ഇത് അറിയുള്ളൂ. മുഅ്മിനായ മനുഷ്യനത് കൊടുത്താൽ യംശി അലൽ അർളി വമാ അലൈഹി ഖതീഅ, ഭൂമിയുടെ മുകളിലൂടെ അവർ ജീവിച്ചിരിക്കുന്ന കാലമത്രയും ഒരു തെറ്റ് പോലും ശരീരത്തിലില്ലാത്ത വിധം ചില രോഗികൾ അല്ലാഹു കഴുകി ശുദ്ധിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞു മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലേക്ക് ഉന്നതമായ സ്ഥാനം അല്ലാഹു കൊടുക്കാൻ ഉദ്ദേശിക്കുകയും ആ സ്ഥാനത്തേക്ക് ഉയരാൻ മാത്രമുള്ള അധ്വാനം ഒരു വിശ്വാസി ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോ ആ വിശ്വാസിയെ സഹായിക്കാൻ വേണ്ടി അല്ലാഹു 1 വർഷമോ 2 വർഷമോ 2 മാസമോ 6 മാസമോ കിടന്ന കിടക്കയിൽ ബെഡിൽ കിടന്ന് വിഷമിച്ചുകൊണ്ട് വളരെ 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 കഷ്ടപ്പാട് സഹിച്ച് 2 മാസമോ 6 മാസമോ 1 കൊല്ലമോ 2 കൊല്ലമോ 4 കൊല്ലമോ കിടക്കയിൽ കിടത്തിക്കൊണ്ട് അല്ലാഹു സ്വർഗലോകത്തിന്റെ ഉന്നതങ്ങളിലേക്ക് ചിലരെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്നല്ലാഹ ഇദാ ഹബ്ബ ഖൗമൻ ഇബ്തലാഹും, ഏതെങ്കിലും ഒരു സമൂഹത്തോട് അല്ലാഹുവിന് ഇഷ്ടമുണ്ടെങ്കിൽ അവർ അല്ലാഹു പരീക്ഷിക്കും. വമൻ റളിയ ഫലഹുർ റിളാ, അത് പൊരുത്തമാകുന്നവന് അല്ലാഹുവിന്റെ പൊരുത്തമുണ്ട്. വമൻ സഖത ഫലഹുസ് സഖ്ത്, ആരെങ്കിലും അതിൽ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ ദേഷ്യവുമുണ്ടത്രേ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു ഇഷ്ടപ്പെടുന്നതിന്റെ മറ്റൊരടയാളം സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ മരിക്കാനുള്ള ഭാഗ്യമാണ്. അല്ലാഹു ഹുസ്നുൽ ഖാത്തിമത്ത് നമുക്കൊക്കെ തരട്ടെ. മരിക്കുന്ന നേരത്തെ സൽക്കർമ്മം ചെയ്ത് മരിക്കുന്നത് ആർക്കും പറയാൻ പറ്റാത്ത, അതുകൊണ്ടാണ് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആരും ആരുടെയും
എന്തേ? മരിച്ചു കഴിയുമ്പോഴേ അറിയുള്ളൂ ഇയാളെ. മൻ കാന മുതഅസ്സിയൻ ഫൽയതഅസ്സ ബിമൻ ഖദ് മാത് ഫഇന്നൽ ഹയ്യ യുഖ്ശാ അലൈഹി സൂഉൽ ഖാതിമ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുകയാണ്. ആർക്കെങ്കിലും ആരെയെങ്കിലും പിൻപറ്റണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സജ്ജനങ്ങളായി മരിച്ചുപോയവരെ പിൻപറ്റിയാൽ മതി. ജീവിച്ചിരിക്കുന്നവരെ പറ്റി പറയേണ്ട. കാരണം അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ എന്തറിഞ്ഞു? എങ്ങനെയാ മരിക്കാൻ പോകുന്നത് അറിയുമോ? നമുക്കറിയില്ല. സജ്ജനങ്ങളായ ചില ആളുകളൊക്കെ എത്രയോ ആളുകളെ സംബന്ധിച്ച് അവരുടെ മരണം മോശമായിരിക്കുമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ച എത്രയോ സംഭവങ്ങൾ. അങ്ങനെ മഹത്തുക്കളായ ആളുകൾ ദീർഘദർശനം ചെയ്തു പറഞ്ഞവരിൽ മഹാന്മാരായ സയ്യിദന്മാരുണ്ട്. മഹാനായ തിരുപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരുണ്ട്. മഹാനായ കുന്നംകൈ സൈനുൽ ആബിദീൻ തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയുണ്ട്. മഹാനായ സയ്യിദ് അവറുകൾ. അതുപോലെയുള്ള മഹത്തുക്കളായ ആളുകളൊക്കെ ചിലരിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അന്ത്യം കണ്ട് പഠിക്കേണ്ടി വരുമെന്ന് വളരെ വ്യക്തമായി സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. സൂഉൽ ഖാതിമ സംഭവിച്ചാൽ എന്താണ് അവസ്ഥ? പിന്നെ എന്താണ് കാര്യം? അല്ലാഹു തആല നല്ല നിലക്ക് മരിക്കാനുള്ള ഭാഗ്യം തന്നാൽ വല്ലാത്തൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് ഹബീബ് പറഞ്ഞത്, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ അസ്സല. ഒരു അബ്ദിനെ, അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയെ, ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അസ്സലഹു, അവർക്ക് അള്ളാഹു തേൻ കുടിപ്പിക്കും. ഇത് പറഞ്ഞപ്പോ സ്വഹാബികൾ ചോദിച്ചു, വമാ അസ്സലഹു യാ റസൂലല്ലാഹ്, നബിയേ അസ്സല എന്ന വാക്കിന് അങ്ങെന്താ അർത്ഥം ഉദ്ദേശിച്ചത്? യുവഫിഖു ലഹു അമലൻ സ്വാലിഹൻ ബൈന യദൈ അജലിഹി, മരിക്കാൻ പോകുന്നതിന്റെ തൊട്ടു മുമ്പ് നല്ല ഒരു സൽക്കർമ്മം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാകും. ഹത്താ യർളാ അൻഹു ജീറാനുഹു, കൂടെയുള്ള ആളുകളൊക്കെ അത് കാണുമ്പോൾ അവർക്ക് സന്തോഷം തോന്നും. വാപ്പ മരിച്ചപ്പോ കലിമ ചൊല്ലി എന്ന് പറയുമ്പോ, ഉമ്മ മരിച്ചപ്പോ പറഞ്ഞു, മക്കളെ റൂമിലേക്ക് ആരൊക്കെയോ വരുന്നുണ്ട്, വെള്ളവസ്ത്രം ധരിച്ചവര്, ഒന്ന് മാറിന്ന് കൊടുക്കും മക്കളെ എന്ന് ഉമ്മ പറയുമ്പോ, വാപ്പ ആരോടൊക്കെയോ സലാം പറയുന്നത് മടക്കുന്ന പോലെ. ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴല്ലേ നമ്മുടെ മഹാനായ ശംസുൽ ഉലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനോഹരമായി ചൊല്ലി ലോകത്തോട് വിട പറഞ്ഞത്. അവരോടൊന്നും കളിക്കാൻ ആരുമായിട്ടില്ല. മരിച്ചു കഴിഞ്ഞിട്ട് വാ. ജീവിച്ചിരിക്കുന്ന കാലത്തോളം കളിക്കണ്ട, മരിച്ചു കഴിഞ്ഞിട്ട് പറ. ആ ഒരു സൗഭാഗ്യം, ആ ഒരു ഏറ്റവും വലിയ മഹത്വം, മരിക്കുമ്പോൾ സൗഭാഗ്യത്തോടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കാൻ കഴിയുന്ന വിധം മരണത്തിൽ അല്ലാഹു സൗഭാഗ്യം നൽകുന്നത് ഏറ്റവും നല്ല സൽക്കർമ്മം ചെയ്തുകൊണ്ട് മരിക്കാൻ കഴിയുമ്പോഴാണ്. അവിടെ മാത്രം മതി വീമ്പിളക്കൽ. അതിന്റെ മുമ്പ് വേണ്ട മുഅ്മിനേ, അതിന്റെ മുമ്പ് വേണ്ട. പറയാൻ നേരമായിട്ടില്ല. മഹാനായ മാനു മുസ്ലിയാർ അവറുകൾ കോഴിക്കോട് ബഹുമാനപ്പെട്ട സമസ്തയുടെ സമ്മേളനം നടക്കുന്ന ആ മഹാനഗരിയിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ സാക്ഷി നിന്നുകൊണ്ടല്ലേ ഈ ലോകത്തോട് വിട പറയുന്നത്. എന്തോ ഒരു സൗഭാഗ്യമാണത്. ജീവിതത്തിന്റെ അവസാനത്തെ യാമത്തിൽ പോലും ദീനിന്റെ ഖിദ്മത്തിലായി കടന്നു വന്ന മഹാനുഭാവൻ. അതൊരു സൗഭാഗ്യമല്ലേ? അവിടെ കൂടിയ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ജനാസയിൽ കൂടിയില്ലേ, അവിടെ ദുആ നടത്തിയില്ലേ? ഇതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളങ്ങളാണ്. മഹാനായ CH ഹൈദറോസ് മുസ്ലിയാർ, ആ മഹാനുഭാവനായ പണ്ഡിതനായ മഹാനുഭാവനെ, ദാറുൽ ഹുദയുടെ പ്രസിഡന്റായവർ, നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞുവെച്ച മഹാൻ, മരിക്കുന്നതിന്റെ തലേന്ന് രാത്രിയായ ഇശാഇന് പുതുപ്പറമ്പിലെ പള്ളിയിലേക്ക് ചെന്നപ്പോ ഞാനൊന്ന് ഇമാമ് നിൽക്കട്ടെ എന്ന് ചോദിച്ചത് പള്ളിയിലെ ഇമാമിനോട്. ഉസ്താദ് നിൽക്കുകയാണെങ്കിൽ സന്തോഷം. അന്നത്തെ അവസാനത്തെ ജീവിതത്തിന്റെ ഇശാ നിസ്കാരമായിരുന്നില്ലേ അത്? അവിടെ നിസ്കരിച്ചു. ആ പുണ്യവാനെ സംബന്ധിച്ചൊക്കെ കളിയാക്കി പറഞ്ഞവർ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ. സൂപ്പർ വൈറ്റ് എന്ന് പറഞ്ഞൊരു സംഗതി ഉസ്താദുമാര് കുപ്പായൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടൊന്ന് നല്ല നിറം കിട്ടാൻ മുക്കിയെടുക്കുന്നത്. ആ പുണ്യഭാവന്റെ വസ്ത്രത്തിലേക്ക് നോക്കിയിട്ട് വളരെ മോശപ്പെട്ട പദപ്രയോഗം നടത്തിയ ആളുകൾ, എങ്ങനെ അവർക്കതിന് കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. ആ മഹാനുഭാവനെ നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ഖാത്തിമത്ത് മനസ്സിലാക്കുമ്പോഴാണ് ആരായിരുന്നു എന്ന്. അന്ന് ചോദിച്ചു, ഞാൻ ഇമാമ് നിൽക്കട്ടെ? സാധുന്നോളൂ, സന്തോഷല്ലേ ഉള്ളൂ. പുതുപ്പറമ്പിൽ ഇന്ന് അവർ അന്ത്യവിഷമം കൊള്ളുന്ന അവരുടെ പരിശുദ്ധമായ ഖബറിന്റെ ആ മുറ്റത്ത് നിൽക്കുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട പള്ളി ഇന്നത് പുതുക്കി പണിത് വലിയൊരു മനോഹരമായ പള്ളിയാക്കി എടുക്കുകയാണ്.
നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു, ദുആ ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ എന്തെങ്കിലും പൈസ തരാനുണ്ടോ? ആരും പറഞ്ഞില്ല ഉസ്താദ്. ഞാനൊരു 20 രൂപയോ അത് 5 രൂപയായിരുന്നു, എനിക്ക് ഓർമ്മല്ല. ഉസ്താദിന്റെ മകൻ, നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഉസ്താദ് ത്വയ്യിബ് ഫൈളി അവറുകൾ എന്നോട് നേരിട്ട് പറഞ്ഞു, ഒരു 25 രൂപ അത് കൊടുക്കാനുള്ള ഒരാളുടെ വീട്ടിലേക്ക് ഏതെങ്കിലും കുട്ടികളെ ടോർച്ച് കൊണ്ട് എന്റെ കൂടെ വരുമോ? എന്നാലും ഉസ്താദ് 25 റുപ്യക്ക് ആരെങ്കിലും മൈൻഡ് ചെയ്യോ? അത് ഉസ്താദ് കൊടുത്തിട്ടില്ലെങ്കിലും ഇല്ല, എനിക്കത് കൊടുത്തേ പറ്റൂ. നാളെ കൊടുത്താ പോരെ? അല്ല, ചെറിയ മഴ പെയ്യുന്നുണ്ട്, ഒരാരെങ്കിലും കുട പിടിച്ചെന്റെ കൂടെ വരുമോ? ഞാനത് കൊടുക്കട്ടെ. ഒരു കുട്ടി കൂടെ പോയി കൊടുത്തു. അങ്ങനെ ഊട് വഴികളിൽ സ്റ്റെപ്പ് ഇറങ്ങി ചെന്ന് ആ പുരയിൽ ചെന്ന് 25 രൂപ പുരക്കാരന് കൊടുത്തപ്പോ, യാ അല്ലാഹ്, പൊന്നാര ഉസ്താദ് എന്തിനായി 25 രൂപ എനിക്ക് തരാൻ വേണ്ടി കടം വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാൻ? എന്തിനിതിന്റെ ആവശ്യം എന്ന് ചോദിച്ചു. ഇല്ല, നിങ്ങൾ വെച്ചോളൂ, അതല്ലേ. തിരിച്ചു പോകുന്നു. ഭാര്യയോട് പറഞ്ഞു, നല്ല മധുരമുള്ള പായസം ഉണ്ടാക്കി, നിനക്ക് ഷുഗർ അല്ലേ, അതൊന്നും സാരല്ല, ഞാൻ മരിച്ചാൽ നീ എന്ത് ചെയ്യും? നീ അങ്ങ് കരയുമല്ലേ, വാവിട്ടിട്ട് കരയുമല്ലേ. പൊട്ടക്കൽ പുതുപ്പറമ്പിലാണ്, നമ്മുടെ മലപ്പുറം ജില്ലയിൽ. നീ കരയരുത്, മരിച്ചാൽ മയ്യത്തിന്റെ കണ്ണ് ചിമ്മി കൊടുക്കണം, തല കെട്ടിക്കൊടുക്കണം, കൊടുക്കണം, ഇബ്രാഹിലേക്ക് തിരിച്ചു കിടക്കണം, പറഞ്ഞു കൊടുത്തു. നിങ്ങൾ മരണത്തിന്റെ കാര്യം നിന്ന് പറയൽ എനിക്ക് പേടിയാവുന്നു ഒക്കെ പറഞ്ഞിട്ട് മരണസമയത്ത് എന്തൊക്കെ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്തു കൊടുത്തു. ആ സമയം ഉസ്താദ് സുന്നി അഫ്കാറിൽ ഒരു ഫിഖ് പംക്തി എഴുതുന്നുണ്ട്. അന്ന് വിഷയം മയ്യിത്ത് പരിപാടി അവസാനം എഴുതിയതും അതാണ്. അന്ന് സുബഹിന്റെ മുമ്പാണ്. അന്തസ്സിൽ കുടുംബത്തിന്റെ കൂടെ നിന്ന് കലിമ ചൊല്ലി അന്തസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു. ഒരുങ്ങിയിട്ട് എല്ലാം റെഡിയാണ്. ഖബർ മുമ്പേ കുഴിച്ചു വെച്ചിരുന്നു. അതിനിടക്കൊക്കെ പോയിട്ട് ആ ഖബറിന്റെ പുല്ലൊക്കെ നീക്കും. ഇപ്പൊ ഭാര്യയൊക്കെ പറയുന്നത് പേടിയാവുന്ന ഖബറിന്റെ അടുത്തല്ലേ, എന്തിന് നമുക്ക് പോയി കിടക്കണ്ടേ? ആ മഹത്തുക്കളാണ് നമുക്ക് മദ്രസ നൽകിയത്. അവരാണ് നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്നത്. അവർ നടന്ന വഴിയിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ഈ അന്ത്യം കാണുമ്പോഴാണ്. ഹുസ്നുൽ ഖാത്തിമ അള്ളാഹു നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ്. അള്ളാഹുവെ ഞങ്ങൾക്ക് തരണേ പടച്ചവനെ. ഒരു ചെറുപ്പക്കാരനും ഒരാണും ഒരു പെണ്ണും ഒരു തിന്മ ചെയ്തുകൊണ്ട് മരിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകല്ലേ റബ്ബേ. നമ്മുടെ ഒരു കുട്ടിയും ഒരു കള്ളുഷാപ്പിലോ ബാറിലോ പോയി കിടന്ന് മരിക്കുന്ന അവസ്ഥ വരരുതേ റബ്ബേ. അള്ളാഹുവെ, ഒരാണോ ഒരു പെണ്ണോ മുസ്ലിമായ ഒരാളും വ്യഭിചരിച്ചിട്ട് തൗബ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ മരിപ്പിക്കല്ല റബ്ബേ. തിന്മ ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ സിനിമ നോക്കിക്കൊണ്ടിരിക്കെ, സീരിയൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കെ, സിനിമ തിയേറ്ററിൽ പോയി ഇരുന്നിട്ട് മരിപ്പിക്കല്ല റബ്ബേ. ഒരു നന്മ ചെയ്ത് വുദൂഓടുകൂടെ മരിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ അസ്സലഹ്. അല്ലാഹു തആല തേൻ കുടിപ്പിക്കും എന്ന് പറഞ്ഞ വാക്ക് തേനാക്കി തരുമെന്ന് പറഞ്ഞത് എന്താ നബിയെ അങ്ങ് ഉദ്ദേശിച്ചത്? മരണത്തിന് മുമ്പേ യുവഫിഖു ലഹു അമലൻ സ്വാലിഹൻ ബൈന യദൈ അജലിഹി. മരണത്തിന് മുമ്പേ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുക്കും. ഹത്താ യർളാ അൻഹു ജീറാനുഹു. കൂടെ കഴിയുന്ന ആളുകൾക്കൊക്കെ അത് കാണുമ്പോൾ സന്തോഷമാകും. വാപ്പ മരിച്ചത് നല്ലൊരവസ്ഥയിലാണ്. ആ ഒരു മരണം അല്ലാഹു നൽകുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമാണ്. ഏതെങ്കിലും തിന്മയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ തിന്മയിലായിരിക്കും മരണമുണ്ടാവുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മരിക്കുമ്പോൾ പാട്ടുപാടിയവരുണ്ട്. പാട്ടുപാടി എന്തായിരിക്കും കുട്ടിയസന്താരി ഉസ്താദവറുകള് ഒരു സംഭവം പറഞ്ഞു. വട്ടപ്പാറ വളവിൽ വളാഞ്ചേരിയിലെ കാർ ആക്സിഡന്റ് ആയിട്ട്, ഒരു വളവാണല്ലോ, ഹെയർപിൻ വളവ് പോലെ, ആ കുഴിയിലേക്ക് ഒരു കാർ അങ്ങ് താഴേട്ട് വീണിരിക്കുക. 5-6 ചെറുപ്പക്കാരെ വണ്ടിയിലിരിക്കുന്നുണ്ട്. രാത്രി സമയം എല്ലാവരും ഓടിക്കൂടി ആ കുഴിയിലേക്കൊക്കെ ഇറങ്ങി വരുന്ന രക്ഷപ്പെടുത്താൻ നോക്കുമ്പോ അതിനുള്ളിൽ കയ്യും കൊട്ടി പാട്ടുപാടാണ്. പാട്ടുപാട് അവരറിഞ്ഞിട്ടില്ല കുഴിക്ക് കൂടാതെ. അവര് വിചാരം എന്തോ ഒരു യന്ത്രത്തിന്റെ ഊഞ്ഞാലാടുക എന്നിട്ടായിരിക്കും. കയ്യ് കൊട്ടി പാട്ടുപാടാണ്. കണ്ടുകൂടിയന്മാർ എന്തോ ഭാഗ്യത്തിന് അല്ലാഹുവിന്റെ തൗബ ചെയ്യാൻ അവസരം വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് മരിച്ചിട്ടില്ല. ഏതെല്ലാം അവസ്ഥയിൽ നമ്മൾ ജീവിക്കുന്നുവോ അങ്ങനെയാ മരണം വരികയാണ്. അല്ലാഹു നമ്മൾക്ക് സഹായിച്ചു തരട്ടെ. അല്ലാഹു നല്ല സൽക്കർമ്മികളായി മരിക്കേണ്ട തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതിന്റെ ഒരു അടയാളം കൂടെയുണ്ട്. യുഹിബ്ബൽ ഖൽവ. ഒറ്റക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ ഇരിക്കാനുള്ള ഭാഗ്യം. ഒറ്റക്ക്, ആ കൂട്ടത്തിലല്ല.
എല്ലാവരും കടന്നുറങ്ങുമ്പോൾ ഒന്ന് എഴുന്നേൽക്കാനുള്ള ഭാഗ്യം. ഇന്നലീ ഇബാദം മിൻ ഇബാദി, എന്റെ ചില ആളുകളുണ്ട് എന്ന് അല്ലാഹു നൽകുന്ന വഹി. യുഹിബ്ബൂനി വ ഉഹിബ്ബുഹും, എനിക്കവരെ ഇഷ്ടമാണ്, അവർക്ക് എന്നെയും ഇഷ്ടമാണ്. ദീർഘമായൊരു ഒരു ഖുദ്സിയായ റിവായത്താണ്. അതുകൊണ്ട് അതിന്റെ ആശയം ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. വഅഷ്താഖു ഇലൈഹിം വയഷ്താഖൂന ഇലയ്യ, എനിക്കവരെ കാണാൻ കൊതിയാണ്, അവർക്ക് എന്നെ കാണാനും കൊതിയാണ്. വയദ്കുറൂനനി വഅദ്കുറുഹും, അവരെന്നെ ഓർക്കുന്നുണ്ട്, ഞാൻ അവരെയും ഓർക്കുന്നുണ്ട്. ഫഇദാ ഹദൗതു ത്വരീഖഹും അഹ്ബബ്തുക വഇൻ അദൽത അൻഹും മഖത്തുക, അവര് പോകുന്ന വഴിയിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നിന്നെ ഞാൻ ഇഷ്ടപ്പെടും. അവര് പോകുന്ന വഴിയിൽ നിന്ന് പിന്മാറിയാൽ നിന്നോട് ഞാൻ കോപിക്കും. ഖാല യാ റബ്ബി, അല്ലാഹുവേ, വമാ അലാമാതുഹും, എങ്ങനെയാണ് ഞങ്ങൾക്ക് അവരെ തിരിച്ചറിയുക? യർഔന അൽളിലാല ബിന്നഹാർ കമാ യർഅർ റാഇശ് ശഫീഖു ഗനമ, പകലന്തിയോളം അവർ അധ്വാനിക്കും. വയഹിന്നൂന ഇലാ ഗുറൂബിശ് ശംസ്, സൂര്യൻ അസ്തമിക്കാൻ അവർക്ക് കൊതിയാണ്. കമാ തഹിന്നു ത്വയ്റു ഇലാ ഔകാരിഹാ, ഒരു പക്ഷി തന്റെ പക്ഷിക്കൂട്ടിലേക്ക് പോകാൻ കൊതിക്കുന്ന പോലെ അസ്തമിക്കുന്ന നേരത്ത് ഇരുട്ടാകുമ്പോൾ വല്ലാത്തൊരു ഇഷ്ടമാണ് അവർക്ക്. എന്തിനാണ്? കള്ളുകുടിച്ച് നടക്കാനല്ല. ചെറുപ്പക്കാർ മനസ്സിലാക്കണം, രാത്രികളാക്കി തരുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരെ അരികത്തേക്ക് വിളിക്കാനാ, തിന്മ ചെയ്യാനല്ല. വഇദാ ജന്നൽ ലൈലു വഖ്തലത്തുൽ ളലാം, ഇരുൾ മുറ്റുകയും ഇരുൾ വീഴുകയും ചെയ്താൽ, വഫുരിശത്തിൽ ഫുർഷ്, വിരിപ്പുകളെല്ലാം വീടുകളിൽ റെഡിയാവുകയും ആളുകളൊക്കെ വഖലാ കുല്ലു ഹബീബിൻ ബിഹബീബിഹി, ഓരോരുത്തരും തന്റെ ഹബീബിനോത്ത് കിടന്നുറങ്ങാൻ പോകുന്ന നേരത്ത് നസബു അഖദാമഹും, അവർ കാലുകൾ നിവർത്തി വെച്ച് എഴുന്നേൽക്കുന്നവരാണ്. എല്ലാവരും തന്റെ മെഹബൂബിന്റെ കൂടെ, ഭാര്യയുടെ കൂടെ കിടക്കുകയാണ്, ഇവർ എഴുന്നേൽക്കുകയാണ്. ആ നേരം വഫ്തറശൂ വുജൂഹഹും, അവരുടെ മുഖം അവർ വിരിപ്പാക്കി വെക്കുന്നു. വനാജൂനി ബികലാമി, എന്റെ ഖുർആൻ ഓതി അവർ എന്നോട് സംസാരിക്കാൻ തുടങ്ങും. വയതമല്ലഖൂന ബിഇൻആമി, ഞാൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അവരിങ്ങനെ വിളിച്ചു പറയും. ഫമിൻ ബൈനിഹിം സാരിഖുൻ വബാകി, അതിൽ പൊട്ടിക്കരയുന്നവരുണ്ട്, നിലവിളിക്കുന്നവരുണ്ട്. വബൈന മുതഅവ്വിഹിൻ വശാകി, അവിടെ അല്ലാഹുവിനോട് വേവലാതി പറയുന്നവരുണ്ട്, അല്ലാഹുവിന്റെ മുമ്പിൽ, എന്റെ മുമ്പിൽ വിഷമം പറയുന്നവരുണ്ട്. അവരിൽ നിൽക്കുന്നവരുണ്ട്, ഇരുന്ന് നിസ്കരിക്കുന്നവരുണ്ട്, റുകൂഅ് ഒരുപാട് ചെയ്യുന്നവരുണ്ട്, അവരിൽ സുജൂദുകൾ ഒരുപാട് ചെയ്യുന്നവരുണ്ട്. അവരുടെ കൂട്ടത്തിൽ ബിഐനി മാ യതഹമ്മലൂന മിൻ അജലി വബിസംഇ മാ യഷ്കൂന മിൻ ഹുബ്ബി, എന്നോടുള്ള സ്നേഹമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നെയാണ് അവർ കാണാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. ഫഹനീഅൻ ലഹും, അവർക്കാണ് സർവമാന അഭിനന്ദനങ്ങളും. അല്ലാഹു അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ അല്ലാഹുവിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒറ്റക്കിരിക്കാനുള്ള ഭാഗ്യം സജ്ജനങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഇഷ്ടത്തിന്റെ അടയാളമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ, ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും രാത്രി കഴിച്ചു കൂട്ടുന്നവരാണ് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ആ ഭാഗ്യം നീ നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവസാനത്തെ ഒരടയാളം കൂടെയുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളിൽ പൊരുത്തപ്പെടുന്നവരാണ്. അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണങ്ങളിൽ പൊരുത്തപ്പെടുന്നവർ അള്ളാഹുവിനെ കുറ്റം പറയില്ല. അതുകൊണ്ടാണ് അയ്യൂബ് നബിയെ സംബന്ധിച്ച് പറഞ്ഞത്, ഇന്നാ വജദ്നാഹു സ്വാബിറാ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഒരുപാട് പരീക്ഷണം കൊടുത്തപ്പോൾ ക്ഷമിച്ച ആളായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. ഇനിയാണ് സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ചരിത്ര സംഭവങ്ങളിലേക്ക് കടക്കുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമാ ഉഅ്തിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഅ മിനസ് സ്വബ്രി, ക്ഷമയോളം വരുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഫലമോ ഒരു സൗഭാഗ്യമോ അല്ലാഹു ഒരാൾക്കും കൊടുത്തിട്ടില്ല. ക്ഷമയോളം, അത് പൊതുപ്രവർത്തകർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ക്ഷമയോളം വലിയൊരു അനുഗ്രഹമില്ലെന്നാണ്. ക്ഷമിക്കാൻ പറ്റുക. കുടുംബത്തിലും നാട്ടിലും ഒക്കെ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് നമ്മളെ സംബന്ധിച്ചൊക്കെ പറയുമ്പോ ഒക്കെ ക്ഷമിക്കാനുള്ള വലിയ മനസ്സുണ്ടാകുന്നത് അല്ലാഹു തരുന്ന വലിയൊരു അനുഗ്രഹം. ക്ഷമിക്കണം. നമ്മൾ ക്ഷമിച്ചുകൊണ്ട് കൂലി വാങ്ങണം.
കുറെ ആൾക്കാർ ചീത്ത പറഞ്ഞാലേ ക്ഷമിച്ച കൂലി കിട്ടുള്ളൂ. ക്ഷമിക്കണമെങ്കിൽ കുറച്ച് ശത്രുക്കളൊക്കെ വേണം, അപ്പോഴേ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. അള്ളാഹു നമ്മുടെ ഖൽബിനത് തരട്ടെ. രോഗവും പ്രയാസങ്ങളും വരുമ്പോൾ നമുക്ക് ക്ഷമിക്കേണ്ടി വരും. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മിൻ ഇജ്ലാലില്ലാഹി വ മഅരിഫത്തി ഹഖ്ഖിഹി, അള്ളാഹുവിനെ ബഹുമാനിക്കുകയും അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമാണ് ലാ തശ്കൂ വജഅക, നിന്റെ വേദന നീ ആരോടും പരാതി പറയരുത്. വലാ തദ്കുറ മുസീബതക, നിങ്ങൾക്ക് വന്ന മുസീബത്ത് നിങ്ങൾ ആരോടും പറയണ്ട. അത് വാട്സാപ്പിലും പറയണ്ട, ഫേസ്ബുക്കിലും പറയണ്ട. അത് നിങ്ങൾ അള്ളാഹിനോട് പറഞ്ഞു. നിങ്ങളുടെ മുസീബത്ത് ആരോടും പറയണ്ട. പക്ഷെ നമ്മൾ പെട്ടെന്ന് പറയില്ലേ, ഒന്ന് കാലിങ്ങനെ എന്റെ കാലിന് പറ്റി, അത് കാലൊന്ന് ഇങ്ങനെയായി നിങ്ങളുടെ വിഷമം ആരോടും പറയണ്ട. അതങ്ങനെ പറയാതിരിക്കുന്നത് അള്ളാഹുവിനോടുള്ള ബഹുമാനമാണെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 40 കൊല്ലമായി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ മഹാനാണ് അൽ-അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ദഹബത് ഐനി മുൻദു 40 സന, 40 കൊല്ലമായി എന്റെ കണ്ണിന്റെ കാഴ്ച പോയിട്ട്, വമാ ശകൗതു ദാലിക ലിഅഹദിൻ, ഞാൻ ആരോടും 40 കൊല്ലത്തിനിടയ്ക്ക് എന്റെ കണ്ണിന്റെ കാഴ്ച പോയി എന്ന് പരാതി പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഒരു ദിവസം പറയാതിരിക്കാൻ പറ്റും? ഒരു ദിവസം 40 കൊല്ലായിട്ട് കൂടുള്ള ആളുകൾ പോലും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വലിയ അപകടത്തിനും പ്രയാസത്തിലുമാണ്. ആരോട് ഞാൻ പറഞ്ഞു, അവർക്കറിയാം, പക്ഷെ ഞാൻ പരാതി പറഞ്ഞിട്ടില്ലെന്ന്. അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഇഷ്ടം കൂടുമ്പോഴാണ് അല്ലാഹുവിനെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്നത്. അതുകൂടെ ഇതിന്റെ ഭാഗമാണ് അയ്യുക്സിറ മിൻ ദിക്രി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന ആയത്ത് ഓതി തന്നത് അല്ലാഹുവിനെ ഒരുപാട് ദിക്ർ ചൊല്ലാനാണ്. പള്ളിയിൽ ഒരു ദിക്റിന്റെ സദസ്സുണ്ട്, അല്ലെങ്കിൽ മഹല്ലിൽ ഒരു ദിവസം മാസത്തിൽ, അതിലേക്ക് മാത്രം ലിമിറ്റ് ചെയ്യലിൻ, അതിലും കൂടണം. അല്ലാത്തപ്പോഴും മുഴുവനും ദിക്ർ. നാവിങ്ങനെ ദിക്ർ കൊണ്ട് നനയണമെന്നാണ്. അല്ലാഹു തരട്ടെ. ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറയാം. സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും ദിക്ർ ചൊല്ലിയിരിക്കാം. ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു ആനന്ദം ലഭിക്കാൻ പറഞ്ഞത്, തഫഖദുൽ ഹലാവത ഫീ സലാസതി അഷ്യാ, നിങ്ങൾക്ക് ആനന്ദിക്കാൻ 3 സൗകര്യങ്ങളുണ്ട് ഇവിടെ. ഈ ലോകത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ആസ്വാദനം 3 എണ്ണത്തിലാണെന്ന് മഹാനായ ഹസനുൽ ബസ്രി എന്ന ലോക പ്രഗത്ഭനായ മുഹദ്ദിസ് 3 വിഷയത്തിലെ നമുക്ക് ആസ്വാദനം നോക്കാൻ പാടുള്ളൂ. ഏതാണെന്നറിയോ? ഇപ്പൊ എന്തായിരിക്കും ചിന്തിക്കുക? 3 ആസ്വാദനം പറഞ്ഞു. ഇവിടെയൊക്കെയാണ് ആസ്വാദനം ലഭിക്കാൻ 3 എണ്ണം. ഫിസ്വലാ, ഒന്ന് നിസ്കാരത്തിലാണ്. വദ്ദിക്രി, ഒന്ന് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുമ്പോഴാണ്. മൂന്നാമത്തേത് വതിലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഓതുമ്പോഴാണ്. ഈ 3 എണ്ണത്തിലും ഫഇൻ വജത്തുമൂഹാ, ഖുർആൻ ഓതുമ്പോഴും അല്ലാഹുവിനെ ഓർക്കുമ്പോഴും നിസ്കരിക്കുമ്പോഴും നിങ്ങൾക്കൊരു രസം തോന്നുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന സൗഭാഗ്യം. വഇല്ലാ ഫഅലമൂ, ദിക്റിന്റെ സദസ്സ് എന്ന് പറയുമ്പോൾ മടി, നിസ്കാരം എന്ന് പറയുമ്പോൾ എന്തെന്നില്ലാത്തൊരു മടി വീട്ടിക്കൊണ്ടുപോവാണ്. ഖുർആൻ ഓതാൻ പറയുമ്പോൾ റമദാനിൽ പൂട്ടിവെച്ച മുസാഫിൻ തുറക്കണമെങ്കിൽ അടുത്ത റമദാൻ ആവണം. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ ഫഅലമൂ, അറിയണേ, അന്നൽ ബാബ മുഗ്ലഖ്, സ്നേഹത്തിന്റെ കവാടം അവിടെ പൂട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. റമദാൻ കഴിഞ്ഞിട്ട് ഖത്തം നിർത്തലൊന്നും കൈമുട്ടിയാണ്. കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ് സ്വീകരിക്കട്ടെ. നമ്മളിൽ ചെറിയൊരു ശതമാനം, ബാക്കിയുള്ള അവസ്ഥ എന്താ? തഫഖദുൽ ഹലാവ,